അസ്സലാമു അലൈക്കും പ്രിയ സഹോദരങ്ങളെ. വളരെയധികം മനുഷ്യന്മാരെ വിഷമിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് പശ്ചിമേഷ്യ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് അവർക്കും അറിയാൻ സാധിച്ചു. 1,00,000-ലേറെ ആളുകളെ ഇപ്പോൾ അവിടെ കൊല ചെയ്യപ്പെട്ടിരിക്കുകയാണ്. എന്തിൻ്റെ പേരിൽ? നിരപരാധികളായ ആളുകളെ, ചെറിയ പിഞ്ചുങ്ങളെ, കുട്ടികളെ ഒക്കെ നിഷ്ഠൂരമായി കൊന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇപ്പോൾ അവിടെ നടക്കുന്നത് വളരെ വേദനാജനകമായൊരവസ്ഥയാണ് എന്ന് നമുക്ക് അവർക്കും അറിയാം. എന്തെങ്കിലും കാരണം പറഞ്ഞ് വീണ്ടും യുദ്ധത്തിലേക്ക് മനുഷ്യനെ തള്ളിയിടുക ചെയ്യുന്നത്. നമുക്കറിയാലോ, നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ഒരു സമൂഹത്തിന് അവരുണ്ടായിരുന്ന നാട്ടിൽ നിന്ന് പല പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചു കണ്ട് നിങ്ങളിവിടെ സുരക്ഷിതരല്ല, അങ്ങോട്ട് പോകുക, അവിടെ സുരക്ഷിതരല്ല, മറ്റൊരു സ്ഥലത്തേക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരവസ്ഥയിൽ അങ്ങനെ അവസാനം വെടിനിർത്തൽ കരാറൊക്കെ വന്നു. അത് ലംഘിക്കപ്പെട്ടു. എന്താണ് മനുഷ്യൻ്റെ അവസ്ഥ അല്ലേ? നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി. ആ പാവങ്ങൾ ഇനി എങ്ങോട്ട് പോകും? ഇപ്പോൾ അവസാനമായിട്ട് ആ നാട്ടിൽ അവരെ മറ്റു രാജ്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ആ രാജ്യം തന്നെ അവർക്കൊരു അങ്ങോട്ട് തിരിച്ചു ചെല്ലാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് നീക്കണമെന്നാണ് ഇവിടെ വലിയ വലിയ രാജ്യങ്ങൾ, അമേരിക്ക ഒക്കെ പറയുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാൻ സാധിച്ചു. നമ്മൾ ചിന്തിക്കണം, നമ്മൾ ജീവിക്കുന്ന ഈ ദുനിയാവ്, ഈ എല്ലാ മോശത്തരങ്ങൾക്കും നേതൃത്വം നൽകുന്ന ആളുകൾ, ഇവിടെ കാലാകാലം ജീവിക്കുമോ? ഈ മരിച്ച ആളുകളുടെ ബാക്കിയുള്ള ആളുകൾ ഇനിയും കുറേ ജീവിച്ചേക്കാം. പക്ഷേ ഇതിന് നേതൃത്വം കൊടുത്ത ആളുകൾ അതിൻ്റെ മുമ്പ് ഇവിടുന്ന് കഴിഞ്ഞു പോലെ. അപ്പം നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത്, നമ്മളൊക്കെ ജീവിതം കുറച്ചല്ലേ ഉള്ളൂ. ഈ ഉള്ള ജീവിതം നല്ല രൂപത്തിലാക്കണം എന്നാണ് നമ്മളൊക്കെ വ്യക്തിപരമായിട്ട് എൻ്റെ അഭിപ്രായം. എങ്ങനെയാണ് നമ്മളെ ജീവിതം ശുദ്ധമാക്കണം. എൻ്റെ കയ്യ് മറ്റൊരാളുടെ മേൽ വീഴരുത്, എൻ്റെ നാവ് മറ്റൊരാൾക്ക് മോശമാക്കി തോന്നരുത്, മറ്റൊരാൾ കാരണമായിട്ട്, എൻ്റെ നാവ് കാരണമായിട്ട് മറ്റൊരാൾ വിഷമിക്കരുത്. ഇങ്ങനത്തെ ഒരു ചിന്താഗതിയിൽ ജീവിച്ചെങ്കിലേ മനുഷ്യനെന്ന് പറയുള്ളൂ. അല്ലെങ്കിൽ മനുഷ്യൻ്റെ ആ സ്ഥാനം അവനുണ്ടാവില്ല. മൃഗമായിട്ടാണ് അവനെ കണക്കാക്കുക. മൃഗങ്ങളെക്കാൾ അധപ്പതിക്കുമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. മനുഷ്യൻ മൃഗങ്ങളെക്കാൾ അധപ്പതിക്കുന്ന മൃഗങ്ങൾക്ക് നമുക്കറിയാമല്ലോ, ഒരു മൃഗം അതിൻ്റെ കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ അതിൻ്റെ വർഗത്തിനെ എങ്ങനെയാണ് സംരക്ഷിക്കുന്നത്? അതിൻ്റെ വർഗത്തിൽപ്പെട്ട ഒരാളെ എന്തെങ്കിലും ആക്രമിക്കാൻ ചെന്നാൽ നമുക്കറിയാം, ഈ ഫോറസ്റ്റുകളിലൊക്കെ ഒരു മൃഗത്തിനെ, ഒരു പോത്തിനെ എന്ത് ചെയ്തു? കുറേ സിംഹങ്ങൾ വന്നിട്ടാണ്ട് അതിൻ്റെ മേലെ കയറിയാൽ കൊന്ന് തള്ളാൻ നോക്കുന്ന സമയത്ത് ചുറ്റുഭാഗത്തും ഉള്ള നാക്കാലികൾ ഇവറ്റകളെ നേരിട്ട് കൊണ്ട് അവറ്റകളെ കുത്തി തോൽപ്പിക്കുന്നത് കാണാം. ഇവർക്ക് ഈ നേരിടാൻ വേണ്ടി വരുന്ന ആ മൃഗങ്ങളെ ഈ സിംഹം അല്ലെങ്കിൽ പുലി അതിന് മുറിയാക്കുന്നുണ്ട്. എന്നാലും തൻ്റെ വർഗസ്നേഹമാണ് കാണിക്കുന്നത്. ഇത്രയും ഒരു ബുദ്ധി മനുഷ്യനില്ലാതായിപ്പോയല്ലോ. നമ്മൾ ചിന്തിച്ച് നോക്കണം. ഇത് ഒരു ഫലസ്തീനിലെയോ ഒരു ഗസയിലെയോ ഒരു അമേരിക്കയിലെയോ വിഷയമല്ല, എല്ലാവരും വിഷയമാണ് ഞാനീ പറയുന്നത്. അപ്പം നമ്മൾക്ക് അള്ളാഹ് തന്ന ഈ കഴിവ്, ഇത് നമ്മൾ മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്ത് ജീവിച്ചാൽ ഈ ദ്രോഹം ചെയ്തതിൻ്റെ ഫലം ഈ ദുനിയാവിൽ നിന്ന് തന്നെ ഓരോരുത്തരും അനുഭവിക്കും. അത് ചിലപ്പം തീക്കാറ്റിലൂടെ ആകാം, അല്ലെങ്കിൽ ഭൂമി പിടിച്ച വിഴുങ്ങലിലൂടെ ആകാം. റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, സയകൂനു ഫി ഉമ്മത്തി ഹസ്വൻ വ മസ്വൻ, എൻ്റെ ഉമ്മത്തിൽ പിന്നീടുണ്ടാകും, പിൻകാലങ്ങളിൽ അവസാന കാലമാകുമ്പോൾ വരും ഹസ്വൻ, കോലം മറിക്കൽ, മസ്വൻ, ഭൂമി പിടിച്ചു വിഴുങ്ങലെന്ന്. കോലം മറിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം കാണുമ്പം നമ്മളൊക്കെ നല്ല മനുഷ്യന്മാരാണല്ലോ, നല്ല മുഖം, നല്ല
ഇതൊക്കെ മുഖം ഇങ്ങനെ കാണുകയാണെങ്കിലും നമ്മുടെ ഹൃദയമൊക്കെ എന്താണ് നായ്ക്കളുടെയും ചെന്നായ്ക്കളും ഒക്കെ ആയിട്ട് എന്താണ് കോലം മറിച്ചിട്ടുണ്ട്. പിന്നെ ഭൂമി പിടിച്ചു വിഴുങ്ങൽ, അത് മനുഷ്യൻ ചെയ്ത കാരണം കൊണ്ടാകാം, അല്ലാതെയാകും. ഭൂമിൻ്റെ അടിയിലേക്ക് താകുക, ഭൂമി കുലുക്കം പല സ്ഥലത്തുണ്ടാകുക, ഇതൊക്കെ മനുഷ്യൻ ചെയ്യുന്ന കാരണമായിട്ടുണ്ട്. ലഹറത്തിൽ ഫസാദ് ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത്ത് അയ്ദിൻ നാസ് എന്ന മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങളെ കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ ഈ ഏടാകൂടങ്ങളിലേക്കൊക്കെ എടുത്തു ചാടാതെ നമ്മൾ വ്യക്തിപരമായിട്ട് ഓരോ വ്യക്തികളും അവനെയും അവൻ്റെ കുടുംബത്തെയും സൂക്ഷിച്ച് അവരെ നന്നാക്കി ഇങ്ങനെ ജീവിക്കുകയാണെങ്കിൽ അവന് എന്ത് ചെയ്യാം, വിജയിക്കാം. നമ്മൾക്ക് നമ്മുടെ കുടുംബത്തിനെ, നമ്മുടെ സ്വന്തത്തിൻ്റെ പോരായ്മകൾ കാണാതെ, സ്വന്തത്തിൻ്റെ മോശത്തരങ്ങൾ കാണാതെ മറ്റുള്ളവരെ പോരായ്മകളും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അവരുടെ ഓരോ പ്രവർത്തനങ്ങളും കണ്ടുകാണ്ട് നമ്മളതിൽ ഒന്നിക്കലും നമ്മളതിൽ സന്തോഷിക്കുക അല്ലെങ്കിൽ കിബിർ കാണിക്കുക എന്ത് കാര്യമുള്ളത്? നമുക്കെന്ത് നേടി, ഞാൻ എന്ത് നേടി ഈ ജീവിതത്തിൽ, ഈ ചെറിയ ജീവിതത്തിൽ? ഞാൻ എന്ത് ചെയ്യും, ഈ ഒരു 50, 60, 70 വയസ്സ് ജീവിക്കുന്ന ആളുകൾ മാക്സിമം 100ൻ്റെ പുറത്തൊക്കെ പോകുള്ളൂ. ഈ പോകുന്നതിൻ്റെ ഇടയിൽ നമ്മളെന്ത് ചെയ്തു എന്നുള്ളത് ലോകം വിലയിരുത്തൽ. ഇവിടെ പൂർവികരെ വിലയിരുത്തിയത് എങ്ങനെയാണ്? അവർ ചെയ്ത നന്മ കൊണ്ടും തിന്മ കൊണ്ടും ഉണ്ട് ഇല്ലേ? എത്രയോ ആളുകളെ ഈ ചുട്ടുകൊന്ന, ഈ ജൂതന്മാരൊന്നായിട്ട് ചുട്ടുകൊന്ന, ചേമ്പറിലിട്ടിട്ട് ഒന്നായിട്ട് ഗ്യാസ് ഒഴിപ്പിച്ച് കൊന്ന് 10% അല്ലാത്ത ജൂതന്മാരൊക്കെ എന്താക്കി കൊന്നു കളഞ്ഞ ആളിവിടെ കഴിഞ്ഞു പോയിട്ടില്ലേ? എന്നതുപോലെ എത്ര മഹാന്മാർ, എത്ര ധിക്കാരികളോടെ കഴിഞ്ഞുപോയി. അന റബ്ബുക്കുമില്ല, ഞാനാണ് ഏറ്റവും വലിയ റബ്ബ്, ഏറ്റവും വലിയ നാഥൻ ഞാനാണെന്ന് പറഞ്ഞ ഫിർഔനിവിടെ കഴിഞ്ഞു പോയില്ലേ? ഫറോവകൾ എത്ര ആളുകൾ കഴിഞ്ഞുപോയി. എന്നതുപോലെ നിസാരന്മാരും നിന്യന്മാരുമായിട്ട് കാണുന്ന ആളുകൾ അവരൊക്കെ കഴിഞ്ഞുപോയി. ഇവരൊക്കെ ഒരുമിച്ച് കൂട്ടപ്പെടുന്നൊരു ദിവസമുണ്ടെന്നും ഇവരോടൊക്കെ വിചാരണ ചെയ്യപ്പെടുമെന്നും ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ ദിവസത്തിന് വേണ്ടി ഒരുങ്ങി തയ്യാറാകാൻ വേണ്ടി നമ്മുടെ ഉള്ള ബുദ്ധി, നമുക്ക് അള്ളാഹ് തന്ന ബുദ്ധി ഉണ്ടല്ലോ, ഇതെന്ത് ചെയ്യുക, മറ്റുള്ളവർ ദ്രോഹിക്കാനാക്കാതെ എൻ്റെ കാര്യങ്ങൾ നല്ല നിലയ്ക്ക് സൂക്ഷ്മതയോടുകൂടെ നമ്മൾ എന്ത് ചെയ്യണം, ഓരോ പ്രവർത്തനങ്ങളും മുന്നോട്ട് ഇങ്ങനെ കൊണ്ടുപോയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം അതിലേക്ക് കണ്ടെത്തണം. ഒരു പരീക്ഷ, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് നേടണമെങ്കിൽ, ഒരു പരീക്ഷ എഴുതണമെങ്കിൽ അതിൻ്റെ മുമ്പ് കുറേ പഠനങ്ങളുണ്ടല്ലോ. ഈ പഠനങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ നമ്മൾ പഠിച്ചിട്ട് അവസാനം നമുക്ക് എന്താണ്, അത് എഴുതാൻ കിട്ടിയില്ലെങ്കിൽ നമുക്ക് എന്തോ ഒരു വിഷമമായിരിക്കും. നമ്മൾ ആ പരീക്ഷയിൽ തോറ്റുപോയാൽ എങ്ങനെ ഇരിക്കും എന്നതുപോലെ ഈ പരീക്ഷണമാകുന്ന ഈ ദുന്യാവിൽ നമ്മളെന്ത് ചെയ്യുകയാണ്, പരീക്ഷണമായ ലോകത്ത് നമുക്ക് കുറേ ചെയ്യാൻ പറ്റുന്നതും പറ്റാത്തതും ഇങ്ങനെ കുറേ വേറിച്ച് ചെന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത് മാത്രം എടുത്തിട്ട് ഉപേക്ഷിക്കേണ്ടത് വയ്ക്കുക. ഇനി ഇങ്ങോട്ട് പോകാൻ പാടില്ല, ഇന്ന സ്ഥലത്തേക്ക് നോക്കാൻ പാടില്ല, ഇന്ന ചെയ്യാൻ പാടില്ല എന്നൊക്കെ എന്താണ് കുറേ ക്വസ്റ്റ്യനുകളുണ്ട്. അതിൻ്റെ ഉത്തരങ്ങൾ നമ്മൾ കണ്ടെടുത്തിട്ട് എന്ത് ചെയ്യുക, അത് ശരിക്ക് നമ്മൾ എഴുതിയാലേ വിജയിക്കുള്ളൂ. എന്നതുപോലെ നമ്മളെ പരീക്ഷയിലുള്ള ദുന്യവിയായ പരീക്ഷയെ പോലെ തന്നെ ഉഖ്റവിയായ പരീക്ഷ, പാരത്രികമായ പരീക്ഷയിൽ നമ്മൾ എന്ത് ചെയ്യണം, വിജയിക്കണം. അതിന് ഹറാമുകൾ എന്നതുപോലെ വിലക്കപ്പെട്ട കാര്യങ്ങൾ, നമ്മുടെ നാവിനെ സൂക്ഷിക്കുക. മറ്റുള്ളവരെ പറയാൻ പറ്റാത്തത് പറയാതിരിക്കുക. പറയാൻ പറ്റുന്നത് തന്നെ ഇഷ്ടം പോലെ പറയാനുണ്ടാവുമ്പോൾ പറയാൻ പറ്റാത്തത് പറഞ്ഞിട്ട് നമ്മളെന്തിനാണ് മറ്റുള്ളവരെ അരപ്പാക്കുന്നത്? അപ്പോൾ ഇതിനെ ഒക്കെ ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ളൊരു വിശ്വാസമുണ്ട് നമുക്ക്. നമ്മളെ നാവ് എന്ന് പറഞ്ഞാൽ ഈ നാവ് കൊണ്ടുള്ള മുറിവ് ഒരിക്കലും കൂടൂലല്ലോ. നമ്മൾ നാവ് കൊണ്ട് നമ്മൾ ചെറുപ്പത്തിൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ, നാവ് കൊണ്ട് പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിൽ അതവിടെ എന്നും ഉണങ്ങാതെ അവിടെ ശേഷിക്കും. നേരെ മറിച്ച് വാൾ കൊണ്ടുള്ള മുറിവ് അത് ഉണങ്ങിപ്പോയിട്ടുണ്ടാകും. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന സംസാരം ഇപ്പോഴത്തെ സംവിധാന പ്രകാരം നമ്മൾ മരിച്ച് 100 വർഷങ്ങൾക്ക് കഴിഞ്ഞിട്ടും 50, 100, 1000 വർഷങ്ങൾ കഴിഞ്ഞാലും നമ്മളിങ്ങനെ സംസാരിക്കുന്നത് കണ്ട് അത് ഇപ്പോഴും സംസാരിപ്പിക്കാനുള്ള സംവിധാനങ്ങളാണ് ഈ യൂട്യൂബ് എന്നപോലെ വീഡിയോകളൊക്കെ നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ നമ്മളെ സംസാരങ്ങൾ, ഇത് ഒരാളെന്താണ് നല്ലത് സംസാരിച്ചുകൊണ്ട് ഇവിടെ നിന്ന് വിട പറഞ്ഞാൽ, ഇതൊക്കെ ഉൾക്കൊണ്ട് ജീവിക്കുന്നൊരു സമൂഹം പിന്നീട് വന്നാൽ, നല്ലത് ഉൾക്കൊണ്ട് ജീവിക്കുന്ന സമൂഹം വന്നാൽ എന്ത് ചെയ്യുന്നല്ലോ,
ഇതിൻ്റെ പ്രതിഫലം പാരത്രിക ലോകത്ത് അവർക്ക് കിട്ടുമെന്നാണ് നമ്മളൊക്കെ വിശ്വസിക്കുന്നത്. നേരെ മറിച്ച് മോശപ്പെട്ടതാണെങ്കിൽ അതിൻ്റെ ഒരു ശിക്ഷയുണ്ടാവും. അപ്പോൾ ഇന്ന് ആധുനികർ ഇവിടെ നടത്തുന്നത് മുഴുവൻ എന്താണ്? മതത്തിനെ എതിർക്കാൻ വേണ്ടി. യുക്തിവാദികളാണെങ്കിൽ ഇസ്ലാമിനെ എന്നതുപോലെ മറ്റുള്ള മതങ്ങളെ വിമർശിച്ചുകൊണ്ട് അവർ വീഡിയോകൾ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. അതെന്തിനാണ്? അത് അവർക്കുള്ളൊരു മുതൽക്കൂട്ടാണ്. അവർക്ക് ശിക്ഷയുടെ ഡബിളായിട്ട് അവർക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ചെയ്ത് കൂട്ടുന്നൊരു തമ്മാടിത്തരങ്ങളാണ്. എന്നതുപോലെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ പ്രവർത്തനങ്ങളെ കൊണ്ട് ആർക്കെങ്കിലും വേദനിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ദിവസം വരാൻ പോകുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കഴിയുന്നതും പരിശുദ്ധമായ റമദാനിൻ്റെ മുന്നേ ഒരുക്കമെന്നുള്ള നിലക്ക് നമ്മൾ ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും വിട്ടുപുറത്ത് മാപ്പാക്കാൻ വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കുക. മറ്റുള്ളവരുമായിട്ട് മറ്റുള്ളവരെ ഈബത്തോ നമീമത്തോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടിക്കുക. വലിയ വലിയ പണ്ഡിതന്മാരൊക്കെ ഈബത്തും നമീമത്തും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ അടുത്ത് ചെന്ന് പൊരുത്തപ്പെടിക്കണം. അല്ലാഞ്ഞാൽ ഇതൊന്നും പൊരുത്തപ്പെടില്ല. നമ്മളെ ഇബാദത്ത് നഷ്ടപ്പെട്ട് നമ്മളെന്താണ് ഈമാനില്ലാതെ ചത്തുപോകും. അത്തരം ഒരു ഷെറിൽ നിന്ന് നമ്മളെ കാക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. സത്യം സത്യമായി മനസ്സിലാക്കാനും സത്യത്തിനെ പിന്തുടരാനും എല്ലാവരെയും ബഹുമാനിക്കാനും അല്ലാഹ് ബഹുമാനിച്ചതിനെ ബഹുമാനിക്കാനും നിന്നിച്ചതിനെ നിസ്സാരമാക്കി കളയാൻ തോഫീക്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ആ ഒരാളെയും ആ ഖിയാമത്ത് നാൾ വരെ വരാനിരുന്ന നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ആരെയും നിരീശ്വരവാദിയോ യുക്തിവാദിയോ എന്നപോലെ മതമില്ലാത്തവനോ ആക്കാതെ അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി ജീവിക്കുന്നവരായി അള്ളാഹ് നിലനിർത്തട്ടെ എന്നും അവസാനം ഈമാനോട് കൂടെ ഈ പുഞ്ചിരിച്ച് മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക.